നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ നോട്ടിഫിക്കേഷൻ വരും. ഉടനെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയും. വാട്സാപ്പ് ചെക്ക് ചെയ്യും, യൂട്യൂബ് തുറക്കും, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും. അങ്ങനെ നാം അറിയാതെ തന്നെ നമ്മുടെ സമയം പൊയ്ക്കൊണ്ടേയിരിക്കും. രാത്രിയാകുമ്പോഴേക്കോ പ്രധാന ജോലികൾ പൂർത്തിയായിട്ടുണ്ടാകില്ല. സ്ട്രെസ് കൂടും, ഫ്രസ്ട്രേഷൻ വരും. ഇത് പലരുടെ ജീവിതത്തിലും ഡെയിലി ഉള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്കങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോലിക്കാർക്ക്, വീട്ടമ്മമാർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, കരിയർ ബിൽഡ് ചെയ്യുന്ന യുവാക്കൾക്ക്, കുടുംബവും ജോലിയും ബാലൻസ് ചെയ്യുന്ന മാതാപിതാക്കൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സമയം ഇല്ല എന്നതല്ല, ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഓരോ കാര്യത്തിലേക്കുമുള്ള പൂർണമായ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണോ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ റിസൾട്ടും അവിടേക്കാണ്. വിജയിക്കുന്ന ആളുകൾക്ക് സൂപ്പർ പവർ ഒന്നുമില്ല. അവർക്കുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ഫോക്കസ്. ലോകത്ത് എല്ലാവർക്കും സമയം ഒരുപോലെയാണ്. പക്ഷേ വിജയിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ പ്രധാന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആദ്യം ചെയ്യുന്നു. ഡിസ്ട്രാക്ട് ആവുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. ഒരു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനക്ഷമമാകും. അതിനെ പറയുന്നതാണ് ഡീപ് വർക്ക്. ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല, ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും, ബിസിനസ് ചെയ്യുന്നവർക്കും, ടീച്ചേഴ്സിനും, വീട്ടുപണികൾ മാനേജ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വളരെ പ്രധാനമാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ 3 മണിക്കൂർ പുസ്തകം തുറന്നു വച്ചിരിക്കാം. പക്ഷേ ഫോൺ, മ്യൂസിക്, ഫ്രണ്ട്സ് ചാറ്റ് ഇവ കൊണ്ട് ശ്രദ്ധ തെറ്റിയാൽ ഒന്നും പഠിക്കാനാവില്ല. അതേസമയം മറ്റൊരു വിദ്യാർത്ഥി 1 മണിക്കൂർ ഫുൾ ഫോക്കസോടെ പഠിച്ചാൽ അവൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ക്വാളിറ്റി ഓഫ് ഫോക്കസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ക്വാണ്ടിറ്റി ഓഫ് ടൈം. അതുപോലെ തന്നെ ഒരു എംപ്ലോയി ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മെയിൽ ചെക്ക്, സോഷ്യൽ മീഡിയ, വാട്സ്ആപ്പ് മെസ്സേജസ് ഇതെല്ലാം കാരണം കോൺസെൻട്രേഷൻ നഷ്ടമാകും. അവസാനം ജോലി വൈകും, സ്ട്രെസ് കൂടും, പ്രൊഡക്ടിവിറ്റി കുറയും. അതേസമയം ഫുൾ ഫോക്കസോടുകൂടി ജോലി ചെയ്യുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനാകും, ബെറ്റർ ക്വാളിറ്റി ഉണ്ടാകും, റിലാക്സ്ഡ് ഫീൽ ഉണ്ടാകും. ഒരമ്മ വീട്ടിലെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പോൾ കുക്കിംഗ്, ക്ലീനിംഗ്, കുട്ടികളുടെ പഠനം, ഫാമിലി കെയർ ഇങ്ങനെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പോൾ മൈൻഡ് സ്കാറ്റേർഡ് ആണെങ്കിൽ പെട്ടെന്ന് ടയേർഡ് ആകും. പക്ഷേ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ സ്ട്രെസ് കുറയും. ഇന്ന് നമ്മുടെ ശ്രദ്ധ തകർക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും. നമ്മൾ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസ്, റീൽസ്, സോഷ്യൽ മീഡിയ ഇവ നമ്മുടെ ബ്രെയിനെ വീക്ക് ഫോക്കസ് മോഡിലേക്ക് മാറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് മൾട്ടി ടാസ്കിംഗ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പ്രൊഡക്ടിവിറ്റി അല്ല. അപ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ടയേർഡ് ആവുകയാണ്. നാം ചെയ്യുന്ന ജോലികളുടെ ക്വാളിറ്റി കുറയുകയാണ്. അവിടെ മിസ്റ്റേക്സ് കൂടുകയാണ്. പ്രധാന ജോലികൾ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ടേഴ്സ് തീർച്ചയായും ഒഴിവാക്കണം. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചു തീർക്കാൻ കഴിയും. നമ്മുടെ ഓർമ്മശക്തി കൂടും, ജോലികൾ വേഗം പൂർത്തിയാക്കാൻ കഴിയും, ക്വാളിറ്റി കൂടും, സ്ട്രെസ് കുറയും. ഡിസ്ട്രാക്ടേഴ്സ് ഒഴിവാക്കാനായി മെയിനായി നാം ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ജോലി ചെയ്യുമ്പോൾ ഫോൺ സൈലന്റ് മോഡിലാക്കുക. ഇനി ഫോൺ ആവശ്യമുള്ള ജോലികളാണെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. പഠിക്കുന്ന മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് ഫോൺ മാറ്റിവെക്കാം. സക്സസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഡിസ്ട്രാക്ഷൻസ്. ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ വളരെ പവർഫുൾ ആയ ഒരു ടെക്നിക്കാണ് ടൈം ബ്ലോക്കിംഗ്. 30 മിനിറ്റ്സ് ഫുൾ ഫോക്കസ് വർക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. അതല്ലെങ്കിൽ 50 മിനിറ്റ്സ് ഫുൾ ഫോക്കസ് വർക്ക്, 10 മിനിറ്റ്സ് ബ്രേക്ക്. അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആദ്യം ചെയ്യുക. പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കാം. ഒരു എംപ്ലോയി ജോലി തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികൾ ആദ്യം ചെയ്തു തുടങ്ങുക. വിജയിക്കുന്നവർ പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരാജയപ്പെടുന്നവർ ഡിസ്ട്രാക്ഷൻസിൽ ജീവിതം കളയുന്നു. ഇന്നു മുതൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങളാണ് 5 സിമ്പിൾ ഹാബിറ്റ്സ്. ഇമ്പോർട്ടന്റ് ടാസ്ക് എഴുതുക. മോർണിംഗിൽ തന്നെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുക. ഫോൺ സൈലന്റ് മോഡ് ആക്കുക. ഫോക്കസ് സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. 25 to 50 മിനിറ്റ്സ് ഫോക്കസ് സെഷൻ. 1 ടാസ്ക് ഓൺലി. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. റിഫ്രഷ് ചെയ്യാനായി സ്മോൾ ബ്രേക്ക് എടുക്കുക. ഫോക്കസ് ഒരു മസിലാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ പവർ പ്രാക്ടീസ് ചെയ്താൽ ശക്തമാകും. ആദ്യം ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ സ്ലോലി ഫോക്കസ് കൂടും, കോൺഫിഡൻസ് കൂടും, സക്സസും കൂടും. ഇന്ന് ലോകത്ത് അറിവുള്ളവർ പലരാണ്, പക്ഷേ ഫോക്കസ് ഉള്ളവർ കുറവാണ്. അറിവുള്ളവരേക്കാൾ മുന്നിലെത്തുന്നത്
ഫോക്കസ് ഉള്ളവരാണ്. നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും വീട്ടമ്മയാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം തന്നെ മാറും. ഇതാണ് വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്? കമന്റ് ചെയ്യൂ. കൂടുതൽ മോട്ടിവേഷൻ വീഡിയോകൾക്കും സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.